ഒറ്റ വീഡിയോ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണോ നിങ്ങൾക്ക്? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നൂറ ഹബീബ് എന്ന് പറയുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എത്ര കിട്ടി തങ്ങളെ കുറിച്ച് പറഞ്ഞതിന് എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടി കൂടെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അടുത്തായിട്ട് തന്നെ നൂറ ഹബീബ മജ്ലിസിനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വരികയും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലൂടെ തങ്ങൾക്കെതിരെ വളരെ ഗൗരവപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന നൂറ ഹബീബിനെതിരെ വളരെയധികം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 2-3 ദിവസം മുന്നേ ഹാമിദ് കോയ തങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ തങ്ങളുടെ മജ്ലിസിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോക്ക് താഴെയാണ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി തങ്ങളെ കുറിച്ച് പറഞ്ഞതിന് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ കമന്റ് ഇട്ടവരോട് തന്നെയാണ്. ഈ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ കൃത്യമായി മുഴുവനായിട്ട് കേട്ടവർക്ക് മനസ്സിലാകും ഞാൻ ഒരിക്കലും തങ്ങളെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്, തങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയുന്ന വീഡിയോ അല്ല ഇത്. ഞാൻ ആ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ തങ്ങളുടെ മജ്ലിസിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അതിൽ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരു സമസ്തകളിലെയും, കേരളത്തിലെ പ്രധാനപ്പെട്ട സമസ്തകളായിട്ടുള്ള AP വിഭാഗവും EK വിഭാഗത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരടക്കം നിരവധി ആളുകൾ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആത്മീയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്നിട്ട് കൂടി ഇപ്പോഴും ജനലക്ഷങ്ങൾ നൂറ ഹബീബിന്റെ ലൈവ് കാണുകയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷെ നമ്മുടെ വീട്ടിലെ ഉമ്മമാരോ സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ പരിസരത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മജ്ലിസിലേക്ക് പോവുകയും ഓൺലൈൻ മജ്ലിസ് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ മറ്റൊരു കാരണമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഓരോ മതപണ്ഡിത സംഘടനകളുടെയും വ്യക്തികൾ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് സമസ്ത എന്ന് പറയുന്ന മതസംഘടന കൃത്യമായിട്ട് അതിനെ എതിർക്കാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു മജ്ലിസിലേക്ക് ആളുകൾ ഒഴുകി പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, തങ്ങളുടെ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള മലയാളത്തിലുള്ള ദുആകളും ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ആളുകളോട് പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു സാധാരണക്കാരനായിക്കൊണ്ട് അദ്ദേഹം ആളുകളോട് ഇടപഴകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് തങ്ങളുടെ പാവങ്ങളോടുള്ള സഹകരണമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് സഹായിക്കുന്നത് വീഡിയോയിലൂടെ ചിത്രീകരിക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ വല്ലാതെ അറിവൊന്നുമില്ലാത്ത ഒരു തിരിച്ചറിവില്ലാത്ത ആളുകളൊക്കെ ചിന്തിക്കുന്ന, ഞങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ധർമ്മങ്ങൾ തങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മജ്ലിസാണ്. ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് പല മജ്ലിസുകൾക്കും സംഭാവന ചെയ്യുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങളത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനനുകൂലിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അല്ലാതെ നൂറ ഹബീബ് മജ്ലിസിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒരു തുള്ളിക്കാശ് പോലും കിട്ടിയിട്ടില്ല, ഞാനിതുവരെ മജ്ലിസ് കേട്ടിട്ടുമില്ല. ആ തങ്ങൾ എന്താണ് പറയുന്നത്, ആ തങ്ങളെ വിമർശിക്കുന്നവരെ അനുകൂലിക്കാനോ തങ്ങളെ വിമർശിക്കാനോ എവിടെയും ഞാൻ പോയിട്ടില്ല.